ഒരു നാടിന്റെ വേദനയും കണ്ണീരുമായി മാറി അഴുക്കുചാൽ ദുരന്തത്തിന്റെ രക്തസാക്ഷിയായി തീർന്ന ജോയിയുടെ മൃതദേഹം അല്പം മുമ്പ് മാരായിമുട്ടത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ മാരായിമുട്ടത്തെ സ്വന്തം വീട്ടുവളപ്പിലാണ് മൃതദേഹം 10 മിനിറ്റത്തെ പൊതുദർശനത്തിന് വച്ച ശേഷം സംസ്കരിച്ചത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സൗകര്യമില്ലാത്തതിനാൽ സ്വന്തം സഹോദരന്റെ വീട്ടിലാണ് പൊതുദർശനത്തിന് വച്ചത്. അവിടെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും നാട്ടുകാരുമടങ്ങിയ ഒരു വൻ ജനാവലി തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. അടക്കിയ വീട്ടുവളപ്പിൽ അധികം ആരെയും അനുവദിച്ചില്ല. കാരണം ചില ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് അല്പസമയം മാത്രം അവിടെ പൊതുദർശനത്തിന് വച്ച ശേഷം സംസ്കരിച്ചതും നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതായത് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും 4 പൊതു ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജോയിയുമായി ബന്ധപ്പെട്ട്. അതായത് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ നൽകുക, ജോയിയുടെ വീട് പുതുക്കി പണിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി കൊടുക്കുക എന്നീ ആവശ്യങ്ങളും, ജോയിയുടെ സഹോദരന് റെയിൽവേയോ കോർപ്പറേഷനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. നാട്ടുകാരും ജനപ്രതിനിധികളും അത് അനുവദിക്കാമെന്ന് ഗവൺമെന്റിന്റെ വക്താക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സ്വരങ്ങളില്ലാതെയാണ് മൃതദേഹം സംസ്കരിക്കാൻ അവിടെ അനുവദിച്ചത്. രാവിലെ 10 മണിയോടുകൂടി ആണ് മൃതദേഹം തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിലെ കനാലിൽ കണ്ടെത്തിയത്. ശുചീകരണ തൊഴിലാളികളായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് 3 മണിയോടുകൂടി നെയ്യാറ്റിൻകരയിലെ മാരായിമുട്ടത്തെ വസതിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. അതിനുശേഷമാണ് ഈ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്.